89.6 FM Sargakshetra SK Junction with RJ Jochechi. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. മാം, നമ്മൾ ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അനുഭവസ്ഥരാണ് ഈ ഒരു ഡയബറ്റീസ് എന്നുള്ളൊരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രമേഹം എന്നൊരു അസുഖം ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ ഒരു കൂടുതൽ 2 പേർക്കെങ്കിലും ഉള്ള ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ ഈ ഒരു ഡയബറ്റീസ് ഡേ നമ്മൾ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് പറയുമ്പോൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കേണ്ട ഒരുപാട് സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അവെയറാണ്. യൂട്യൂബിലാണെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട്, ഡോക്ടേഴ്സ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, നാച്ചുറൽ റെമഡീസ് ഇങ്ങനെ എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഡയബറ്റീസിനെ തുരത്താനായിട്ട് പല ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ തീം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നാണ് 2025 ഡയബറ്റീസ് ഡേ തീം എന്ന് പറഞ്ഞത്. സോ അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പോ ജോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിസ് ഡേ ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു തീമിൽ ബേസ് ചെയ്താണ്. അതായത് ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്റ്റേജസിലും ഡയബറ്റിസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതുമായിട്ട് എങ്ങനെ ജീവിക്കാം, അതെങ്ങനെ വരാതിരിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ലൈഫ് സ്റ്റേജസിലും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമായിട്ട് വെച്ചിരിക്കുന്നത്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു തീമാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഡയബറ്റിസ് എന്ന് പറഞ്ഞത് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണെന്നുള്ള രീതിയിലാണ് പണ്ടത്തെ നമ്മളൊരു കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് അത് വളരെ ആടെ മാറിയിരിക്കുന്നു തന്നെ പറയാം. ഇപ്പൊ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികൾ ഡയബറ്റിസ് ആയിട്ട് വരുന്നു. യങ് അഡൽട്സ് 20 വയസ്സ് 30 വയസ്സുള്ളവർക്കൊക്കെയാണ് ഡയബറ്റിസ് തുടങ്ങുന്നത്. ഇപ്പൊ അതൊരു സ്ഥിരമായ കാഴ്ചയാണ്. അപ്പോ ഈ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലേക്ക് ഡയബറ്റിസ് വന്നിരിക്കുന്നത് ഒരു റിയാലിറ്റിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാവുന്നതാണ്, നമ്മുടെ ലൈഫ് സ്പാൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എൽഡർലി ഡയബറ്റിസും ഉണ്ട്. അതായത് 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് ഒരുപാട് പേരുണ്ട് ഡയബറ്റിസും അതിന്റെ കോംപ്ലിക്കേഷൻസും ആയിട്ട് ജീവിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും, ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തിക്കും പ്രായ ഭേദമന്യേ വന്നേക്കാവുന്നതും ജീവിക്കാവുന്നതായിട്ടുള്ള ഒരു അസുഖം തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ ഡയബറ്റിസ്. അതുകൊണ്ട് തന്നെ ഈ തീം നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 20 അല്ലെങ്കിൽ അഡൾട്ട്സിന് ഈ ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു മുതിർന്നു കഴിഞ്ഞാൽ ഷുഗറൊക്കെ വരും എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. യൗവനത്തിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു ഡയബറ്റീസ് എന്നൊരു അവസ്ഥയിലേക്ക് അവർ കിടക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അസുഖമായി തന്നെ മാറുന്നു ഡയബറ്റീസ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ തുരത്താം, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. ഇനി പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction with RJ Jochechi. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. മാം, നമ്മൾ ഇന്ന് പ്രമേഹത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമേഹമാണ് ഇന്നത്തെ പ്രമേയം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 20s അടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 30s അടുക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിലും വരുന്നുണ്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രീ ഡയബറ്റിക്സ് സയൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമുക്കൊന്ന് അവെയർ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില മാറ്റങ്ങളൊന്ന് വരുത്താനായിട്ട് പറ്റും. സോ ഈ ഒരു ഡയബറ്റീസിലേക്ക് നമ്മൾ പോകുന്നു എന്ന് ശരീരം തന്നെ കാണിക്കുന്ന ചില സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? അത് മുതിർന്നവർക്കും അതുപോലെ തന്നെ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും. അതെ, അപ്പൊ അതൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ എങ്ങനെയാണ് ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ മേജറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ഡയബറ്റിസ് ഒരു സൈലന്റ് ഡിസീസ് ആണ്. നമുക്ക് ഡയബറ്റിസോ പ്രീ ഡയബറ്റിസോ വരുമ്പോൾ സാധാരണയായിട്ട് മെജോറിറ്റി ആൾക്കാർക്കും യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അത് തന്നെയാണ് അതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിടത്തും അല്ലെങ്കിൽ വായിച്ച് കേൾക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് വരുമ്പോൾ നമുക്ക് ഒത്തിരി ദാഹം വരുന്നു, നമ്മുടെ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി യൂറിൻ ഒത്തിരി പാസ് ചെയ്യുന്നു, രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പാസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ ഡയബറ്റീസിന്റെ സിംറ്റംസ് ആയിട്ട് പറയാറ്. പക്ഷേ അതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഒരു ഡയബറ്റിസ് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ലക്ഷണങ്ങളാണ്. അപ്പം മിക്കവാറും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഡയബറ്റിസ് കണ്ടുപിടിക്കാൻ തന്നെയും നമ്മൾക്ക് കൂടുതൽ മരുന്നുകളും ഇൻസുലിനും ഒക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് സാധാരണ സയൻസ് കാണിച്ചു തുടങ്ങുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അസുഖത്തിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസീസിനെ നമുക്ക് വേരോടെ പിഴുതെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാനും പറ്റുള്ളൂ. കാരണം നേരത്തെ ഡയബറ്റിസ് കണ്ടുപിടിച്ചാലേ നമുക്ക് റിവേഴ്സിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് ഡയബറ്റിസ് വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന് വേണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഏജ് ഒരു ഫാക്ടറാണ്. ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് വരാൻ വളരെയധികം സാധ്യതയാണ്. അപ്പം 40 വയസ്സ് കഴിഞ്ഞവരിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് അഡ്വൈസബിൾ. സിംറ്റംസിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങൾ, അതായത് ഇപ്പം ഹൈ BP കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഹൈ കൊളസ്ട്രോൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വയറിന് സ്കാൻ എടുക്കുമ്പോൾ ഒരു ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നു, ഇതെല്ലാം ശരിക്കും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ് ഡയബറ്റിസ്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിംറ്റം നമുക്ക്, അല്ലെങ്കിൽ ഒരു രോഗം നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മൾ ഡയബറ്റിസും കൂടി അതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആവുക, ഡയബറ്റിസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ പ്രഗ്നൻസിയിലും നമ്മൾ ഡയബറ്റിസ് സ്ക്രീനിങ് നടത്തേണ്ട ആവശ്യമാണ്. ഇതൊന്നും നമ്മൾ സിംറ്റംസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ചില പ്രത്യേക മരുന്നുകളൊക്കെ കഴിക്കുന്നവർ, ഇപ്പൊ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരോ അല്ലെങ്കിൽ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഡയബറ്റിസ് വരാനുള്ള റിസ്ക് ഉള്ളവർക്കും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഒരിക്കലും നമുക്ക് സിംറ്റംസ് വരുന്നത് വരെ കാത്തിരിക്കുന്നത് അത്ര ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ ഡയബറ്റിസ് വരുന്നുണ്ടോ, പ്രീ ഡയബറ്റിസ് പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നും ഇല്ലാതെ തന്നെ മരുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനുവേണ്ടി ജാഗരൂകരായിട്ടിരിക്കണം. കാരണം ഇത് ഇത്രയും കൂടുതൽ ഇപ്പം ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. 25% ആൾക്കാരും കേരളത്തിൽ ഡയബറ്റിക് ആണ്. ഒരു 41% ആൾക്കാർ പ്രീ ഡയബറ്റിക് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം പകുതിയോട് അടുത്തുള്ള ആൾക്കാർ പ്രീ ഡയബറ്റിക്കും ഡയബറ്റിക്കും ആണെന്നുള്ളതാണ്. ഓക്കെ, ഈ കണക്കുകളൊക്കെ ഒരു ചെറിയതായിട്ടൊരു ടെൻഷനൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇനി ടെൻഷനൊക്കെ പറ്റാനായിട്ട് ഇനി കുറച്ച് പാട്ടുകൾ കേൾക്കാം. അതിനുശേഷം ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കേട്ടറിയാം. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction with RJ Jochechi. വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഭാഗ്യ S, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. മാം, നമ്മൾ മുമ്പേ മാം പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, കേരളത്തിലെ 41% വ്യക്തികളും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആന്തൽ വന്നു, അയ്യോ ഞാനും ആ 41 ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അത് മാത്രമല്ല, ഇപ്പം യങ്സ്റ്റേഴ്സ് കൂടുതലും ഈ ഒരു ഡയബറ്റീസിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ പണ്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, കുറച്ചൊന്ന് മുതിർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ഷുഗർ അസുഖമൊക്കെ പിടിക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഏതൊക്കെ സമയം മുതലാണ് നമ്മൾ ഈ ഒരു ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ എത്രമാത്രം ബ്ലഡിൻ്റെ ലെവൽ കറക്റ്റാണ് എന്നുള്ളൊരു കാര്യമൊക്കെ എപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതൊക്കെ സമയം മുതലാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടെ തന്നെ ഈ ഒരു ചെക്കിങ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് നടത്തേണ്ടത്? അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നമുക്ക് അധികം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ടെസ്റ്റിംഗ് വെച്ചിട്ട് തന്നെയാണ് ഡയഗ്നോസിസ്, ഈ ഡയബറ്റീസിന്റെയും പ്രീ ഡയബറ്റീസിന്റെയും ഒക്കെ ഡയഗ്നോസിസ് നടത്തുന്നത്.
അപ്പം സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും നമ്മളുടെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരില്ല. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ടും ഡയബറ്റീസിന് വേണ്ടി സ്ക്രീൻ ചെയ്യണം. അത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചാൽ അടുത്ത വർഷം നമുക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഡയബറ്റീസ് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് പലരും ഒരു തവണ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് എന്തും കഴിക്കാം എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നടക്കും. പിന്നെ ആരെങ്കിലും നമ്മൾ അവരോട് ചോദിച്ചാൽ എനിക്ക് ഡയബറ്റീസ് ഇല്ല, ഞാൻ 2 വർഷം മുമ്പ് നോക്കിയതാണെന്ന് പറയും. പക്ഷെ ചിലപ്പോൾ അത് റീസെന്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ 40 വയസ്സ് കഴിയാത്തവർ പോലും അവർക്ക് ഡയബറ്റീസിന് ഒരു റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഫാമിലിയിലൊക്കെ യങ് ആയിരിക്കുമ്പോൾ തന്നെ ഡയബറ്റീസ് വന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും 2 പേരൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അമിത വണ്ണമുള്ള ആൾക്കാര്, അപ്പൊ നമ്മുടെ BMI ഒക്കെ ഒരു 30യുടെ മുകളിൽ പോവുകയാണെങ്കിലാണ് നമ്മൾ ഒബിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ളത്. പിന്നെ വേറെ പല അസുഖങ്ങളും ഡയബറ്റീസിന് കൂടെ വരുന്നതാണ് സാധാരണ. ഫോർ എക്സാമ്പിൾ BP കൂടുക, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക. പിന്നെ ചില പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ PCOD എന്ന് പറയുന്ന അസുഖം വരിക. പിന്നെ നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ പലർക്കും കാണാവുന്നതാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചില അസുഖങ്ങള്, പിന്നെ യൂറിക് ആസിഡ് കൂടുന്നതും ഇതിന്റെ കൂടെ തന്നെ വരാറുണ്ട്. ഇങ്ങനത്തെ ചില അസുഖങ്ങളും യൂഷ്വലി ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചാണ് വരിക. അതിനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പിന്നെ പ്രായമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു 1 ഇയർ ഗ്യാപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ അതെ 40 വയസ്സ് കഴിഞ്ഞാൽ 1 ഇയർ ഗ്യാപ്പിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഒരു ലാബിൽ പോയിട്ട് ഒന്ന് റാൻഡം ആയിട്ടൊരു ബ്ലഡ് ഷുഗർ നോക്കുവോ, അല്ലെങ്കിൽ വെറുതെ ഒരു ഗ്ലൂക്കോമീറ്ററിൽ ജസ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിക്ക് വെച്ചിട്ടൊരു ഷുഗർ നോക്കുവോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആവത്തില്ല. കാരണം നമ്മുടെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ കുറെ നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ താന്നിരിക്കും, പക്ഷെ ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് ഡയബറ്റീസ് ഇല്ല എന്നല്ലേ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് തന്നെ ചെയ്യണം. ഡയബറ്റീസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷുഗർ, അതായത് നമ്മൾ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ്, രാത്രിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ, വെള്ളം വേണേൽ കുടിക്കാം, അതല്ലാതെ ചായ ഒന്നും കുടിക്കാതെ എടുക്കുന്ന ഷുഗർ, അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതുപോലെ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ഈ 2 ബ്ലഡ് ഷുഗേഴ്സും നോക്കുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ബ്ലഡിലെ 3 മാസത്തെ ആവറേജ് ഷുഗർ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് ദിവസമായിട്ട് ഫാസ്റ്റിംഗിലായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ട്രാൻസിയന്റ് ആയിട്ട് ഷുഗർ താന്നിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് അവരുടെ ഷുഗർ ഹൈ ആയിരുന്നിരിക്കും. അപ്പൊ നമുക്കൊരു മാസത്തെ ആവറേജ് അറിയാൻ പറ്റുന്നതാണ് HbA1c. അപ്പൊ ഈ 3 ടെസ്റ്റും ചെയ്താൽ മാത്രമേ, ഇതിൽ 3ലും നമുക്ക് നോർമൽ ലെവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഡയബറ്റിക് അല്ല അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 3ഉം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, അന്ന് അടിവര ഇടുകയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇത്തരം ടെസ്റ്റുകളൊക്കെ നമുക്കൊരു 1 ഇയർ ഗ്യാപ്പിൽ നമുക്ക് മനഃപൂർവ്വമായി ചെയ്യാം എന്നുള്ളൊരു കാര്യം ഡോക്ടർ ഭാഗ്യ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും കുറേയേറെ കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിയുകയാണ്. കാരണം ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. കേട്ടറിയാം കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction with RJ ജോ ചേച്ചി. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെ ഇന്നലെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഭാഗ്യ S, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. മാം, ഇപ്പോഴത്തെ ഒരു ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ആഫ്റ്റർ കൊറോണ അയാൾ ഭയങ്കരമായിട്ടും എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ്റെ അളവ്, കാർബ്സിൻ്റെ അളവ്, ഫൈബറിൻ്റെ അളവൊക്കെ നോക്കി നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറൻറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഒരുപാട് പേര് ആ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഷുഗർ വരില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പലരിൽ നിന്നും ഇങ്ങനെ കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചസാര മാത്രമാണോ ഈ ഒരു ഷുഗറിലേക്ക് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്നത്? അതല്ലാതെയുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മാം പറയുന്നത്?
അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു മിത്താണ് ശരിക്കും. നമ്മുടെ പഞ്ചസാര, ഷുഗർ എന്നൊക്കെ ഈ അസുഖത്തിനെ നമ്മൾ വിളിക്കുമല്ലോ നമ്മൾ കോമൺ ടേംസിൽ. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പറഞ്ഞ് മധുരം കഴിച്ചിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. മധുരം കുറച്ചാൽ അസുഖം മാറും. അതൊരു ശരിക്കും പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പരിധി വരെ മധുരം കുറയ്ക്കണം, ഡെഫിനറ്റ്ലി കുറയ്ക്കണം ഉള്ളത് കറക്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിനും ഉപയോഗിക്കുന്ന പ്രൈമറി ഫ്യൂവലാണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ജസ്റ്റ് പഞ്ചസാര കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനകത്ത് നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്തതിന് ശേഷം അതിനെ ബേസിക് ഷുഗറിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മുടെ ഗ്ലൂക്കോസ് എന്നുള്ള ഒരു ബേസിക് ഫ്യൂവലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാലും ഫാറ്റ്സ് കഴിച്ചാലും അതിൽ എന്തെങ്കിലും കാലറീസ് ഉള്ള എന്ത് ഡയറ്റ് കഴിച്ചാലും അതിൽ നിന്നുള്ള എല്ലാ തരം കാലറിയും നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അത് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ആക്കിയാണ് നമ്മുടെ ബോഡി മാറ്റുന്നത്. അപ്പൊ നമ്മൾ മധുരമുള്ള സാധനങ്ങൾ കഴിക്കണമെന്നില്ല. റൈസ് കഴിച്ചാലും നമ്മൾ അല്ലെങ്കിൽ എന്ത് ധാന്യങ്ങൾ കഴിച്ചാലും, ഇനി ഈവൻ നമ്മൾ പയറ് കഴിച്ചാലും അതിലൊക്കെ കുറച്ച് എമൗണ്ട് ഓഫ് കാലറീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ബോഡി ചെല്ലുമ്പോൾ അത് ഷുഗർ ആയിട്ട് തന്നെയാണ് മാറുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മാത്രം കുറച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ബേസിക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴും ജീവിച്ചിരിക്കാനും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ കൂടി വേണ്ടിയിട്ട് ഒരു കലോറി റിക്വയർമെന്റ് ഉണ്ട്. കലോറീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനർജി ആണല്ലേ. അപ്പൊ നമ്മളത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കലോറിയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ കുറവാണ്, പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന കലോറീസ് നമുക്ക് ആവശ്യത്തിലധികമാവുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. അപ്പോഴാണ് നമുക്ക് എക്സസ് കലോറീസ് വരുന്നത്, അല്ലെങ്കിൽ എക്സസ് ഷുഗർ വരുന്നത്. ഈ എക്സസ് ഷുഗർ വരുമ്പോഴാണ് ഒന്നില്ലെങ്കിൽ അത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരം അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ ഈ എക്സ്ട്രാ ഷുഗർ നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിൽ തന്നെ അത് സെല്ലുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കും, അങ്ങനെ ഗ്ലൂക്കോ ടോക്സിസിറ്റി ഉണ്ടാക്കും. അപ്പം അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഉള്ളൊരു സാധ്യത ഉണ്ടാക്കും. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്നതാണ്. ആ ഹോർമോണിന്റെ പ്രവർത്തനം ശരിയാതെ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഒട്ടുമിക്ക ടൈപ്പ് 2 ഡയബറ്റീസിന്റെയും കാരണം. ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ആവശ്യത്തിലധികം കാലോറീസ് ഉള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പഞ്ചസാര മാത്രമല്ല നമ്മുടെ വില്ലൻ. മറ്റതും അല്ലെ, ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് അവെയർ ആയിരുന്നോളൂ. എന്ത് സാധനമാണ് അപ്പൊ നമ്മളിപ്പോ ഒരു ഭക്ഷണ സാധനം എടുത്ത് നോക്കിയാൽ പഞ്ചസാര കൂടുതലുള്ള സാധനത്തിൽ കൂടുതൽ കാലോറീസ് കാണും ഡെഫിനറ്റ്ലി. എന്നാലും നമ്മളിപ്പോ കുറേ ചോറെടുത്ത് കഴിക്കുകയാണ്. ചോറിന്റെ അകത്ത് നമുക്കറിയാം പഞ്ചസാര ഇല്ല അല്ലേ, പക്ഷെ അതിനകത്ത് ഫുള്ള് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇഷ്ടം പോലെ ഉള്ളത്. അപ്പൊ ഇഷ്ടം പോലെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം കാലോറി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഡയബറ്റീസ് വരാനുള്ള ഹൈ റിസ്ക് ആണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രിവലന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അത് തന്നെയാണ്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ചോറായിട്ടും അല്ലെങ്കിൽ പുട്ടും പഴമായിട്ടും അല്ലെങ്കിൽ പൊറോട്ടയായിട്ടും ചപ്പാത്തി ആയിട്ടും അല്ലെ. അതിൻ്റെ അകത്ത് നമ്മൾ ഷുഗർ മാത്രം കട്ട് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഗുഡ് ഡയറ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം എന്തായിരിക്കും മാം? കാരണം ഇപ്പം മാം പറഞ്ഞ പോലെ മലയാളികളുടെ ഒരു പ്രഭാത ഭക്ഷണമാണ് പുട്ടും പഴം അല്ലെങ്കിൽ പുട്ടും കടല, അല്ലെങ്കിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഐറ്റമാണ്. നമുക്ക് ഒരു നേരം ചോറുണ്ടില്ല എങ്കിൽ എന്തോ ഒരു മനസമാധാനക്കേടാണ്. സോ എന്തായിരിക്കും നമുക്ക് ഒരു ഫുഡിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇതിന്റെ അകത്ത് ബേസിക് ഡയറ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മോഡറേഷൻ എന്നുള്ളതാണ്. നമ്മൾ അധികമായാൽ അമൃതം വിഷം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഡയറ്റിൽ നമ്മൾ ഒരു സാധനവും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഈവൻ പഞ്ചസാര പോലും പല ആൾക്കാരും കഷ്ടപ്പെട്ട് പഞ്ചസാര ഇല്ലാത്ത ചായയും കാപ്പിയൊക്കെ കുടിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവര് ഇഷ്ടം പോലെ ചോറും കഴിക്കും, പൊറോട്ടയും ബീഫും കഴിക്കും, ബാക്കി എല്ലാ സാധനങ്ങളും കഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ KFC പോയി ഇഷ്ടം പോലെ ബർഗർ കഴിക്കും, പക്ഷെ അവര് ഷുഗർ കഴിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. നമ്മള് അപ്പൊ മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിക്കാം. നമുക്ക് ചായക്കകത്ത് പഞ്ചസാര ഇടണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓവറോൾ നമ്മൾ ഒരു ദിവസത്തെ ആഹാരം നോക്കുമ്പോൾ അതിന് എക്സസ് കാലോറീസ് വരരുത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ നമ്മളൊരു രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു കുറ്റി പുട്ടൊന്നും എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം പുട്ട് കഴിക്കുക. അതിന്റെ കൂടെ മാക്സിമം നമ്മൾ പ്രോട്ടീൻ ഉള്ള ഒരു സൈഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രോട്ടീൻ ഉണ്ടെങ്കിലുള്ള ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് നിറയുകയും നമുക്ക് കുറെ നേരം വിശക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഒരു പുട്ടും പഴവും കഴിച്ചെന്ന് പറഞ്ഞാൽ രണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലേ, അപ്പൊ അതിൽ പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിശക്കും. നമ്മൾ കുറച്ച് പുട്ടേ കഴിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വരും. അപ്പം നമ്മൾ ഈ ഇടയ്ക്കുള്ള സ്നാക്സിലേക്ക് പോകും. ഉഴുന്നുവട,
അല്ലെങ്കിൽ ഏത്തക്കാപ്പം അല്ലെങ്കിൽ ബർഗർ, അപ്പൊ പിന്നെയും നമ്മുടെ ഷുഗർ കൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നല്ലൊരു ഫില്ലിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതുപോലെ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ മീൽസിലും നമ്മൾ ചോറിന്റെ ആണെങ്കിലും ചപ്പാത്തിയുടെ ആണെങ്കിലും ഓട്സിന്റെ ആണെങ്കിലും എന്ത് ധാന്യങ്ങളാണെങ്കിലും ധാന്യങ്ങൾ കുറച്ചിട്ട് അതനുസരിച്ച് കൂട്ടേണ്ട ഒരു സാധനമുണ്ട്. അതാണ് പച്ചക്കറികളും പഴങ്ങളും. കൂടുതൽ നമ്മൾ വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ പ്രോട്ടീൻ നന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു മീല് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ പട്ടിണി കിടന്നിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും ആ ഡയറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. പഞ്ചസാര അല്ലാത്ത മറ്റു ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഈ ഒരു ഇതിലേക്ക് നയിക്കുന്നത്? എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ പരിഹാരം എന്നുള്ളൊരു കാര്യം മാം പറഞ്ഞു തന്നു. ഇതുപോലെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലവിധമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേൾക്കാം എസ് കെ ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. FK Junction with RJ ജോ ചേച്ചി. വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ എസ് കെ ജംഗ്ഷനിൽ കൂടെ ജോ ആണുള്ളത്. നമുക്ക് ഈ ഡയബറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. മാം, നമ്മൾ ഇന്ന് ഡയബറ്റീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടവയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഡയബറ്റീസിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന രണ്ട് തരങ്ങളാണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികളിലുമൊക്കെ ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപകടകാരിയായ ഡയബറ്റീസ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു അപകട സാധ്യത കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലേ രണ്ട് ടൈപ്പ് ഓഫ് ഡയബറ്റീസ്. ബ്രോഡ്ലി ശരിക്കും അതിന് കൂടുതൽ ടൈപ്സ് ഉണ്ട്. എന്നാലും ബ്രോഡ്ലി സ്പീക്കിംഗ് രണ്ട് ടൈപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്, ടൈപ്പ് 1 ടൈപ്പ് 2. അപ്പം ഇതിൽ ബേസിക്കലി ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ രക്തത്തിൽ ഷുഗർ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ഒരു മേജർ ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ ഹോർമോൺ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇൻസുലിന്റെ ലെവൽസ് ഒന്നില്ലെങ്കിൽ കുറയുകയോ അല്ലെങ്കിൽ ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുകയോ ചെയ്യുമ്പോഴാണ് ഈ ബ്ലഡിൽ ഷുഗർ കൂടിയിട്ട് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അതാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാക്കുന്നത്. അതിനും പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ കോമൺ ആയിട്ട് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല ഓട്ടോ ഇമ്മ്യൂൺ കോസസ് ഒക്കെ കൊണ്ടും വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഇല്ല, ഇൻസുലിൻ ഹോർമോൺ ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷുഗർ വളരെയധികം കൂടുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത് കോമൺ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണ് കാണാറ്. അതായത് ചെറുപ്പം തൊട്ടേ തന്നെ മിക്കവരും ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടും. മിക്കവാറും ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു ടീനേജ് ഇയേഴ്സിൽ തന്നെ അവർക്ക് ഷുഗർ ഉണ്ടാവും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് കുറച്ചും കൂടി ഹയർ ആയിരിക്കും. കണ്ടുപിടിക്കുമ്പോൾ തന്നെ നല്ല ഹൈ ലെവലിലായിരിക്കും ഷുഗേഴ്സ് ഉണ്ടാവുക. അതുപോലെ അവർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് ഒരു രീതിയിലും ബോഡിയിൽ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഒത്തിരി ഹൈയിലേക്ക് പോവാൻ, ഷുഗർ ഒത്തിരി ഹൈയിലേക്ക് പോയിട്ട് കീറ്റോസിസ് എന്നുള്ള ഒരവസ്ഥ, കീറ്റോ ആസിഡോസിസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ ജീവന് വരെ ആപത്തുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ പോകാനുള്ള റിസ്ക് ടൈപ്പ് 1 ഡയബറ്റീസിന് കൂടുതലാണ്. പിന്നെ അതുപോലെ അതിന്റെ ചികിത്സയിലും വളരെയധികം വ്യത്യാസമുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വേറെ എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് നമ്മൾ ഇൻസുലിൻ തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ വേറെ മരുന്നുകളൊക്കെ ഷുഗർ കുറയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ കൂടുതൽ അളവിൽ ഉത്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയോ ഒക്കെ ചെയ്യാം. ശരീരത്തിൽ ഇൻസുലിനേ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇൻസുലിൻ തന്നെ കൊടുക്കണം. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർ നിർബന്ധമായിട്ടും ഇൻസുലിൻ എടുത്താൽ മാത്രമേ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ സാധാരണ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കുറച്ചും കൂടി നമുക്ക് റിസ്ക് കൂടുതൽ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഡയബറ്റിക് ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ക്രോണിക് കോംപ്ലിക്കേഷൻസും കൂടുതലായിട്ടും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്കാണ് കാണാറ്. പക്ഷേ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലമായി മാറിയിരിക്കുന്നത് ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിന്റെ കാരണം അത് ഒരുപാട് കോമൺ ആണെന്നുള്ളത് തന്നെയാണ്. ടൈപ്പ് 2 ഡയബറ്റീസില് ഇതുപോലെ ഇൻസുലിന്റെ ഉത്പാദനത്തിന്റെ കുഴപ്പമല്ല. ഇൻസുലിൻ ആവശ്യത്തിന് പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. പലർക്കും ഇൻസുലിൻ ഒത്തിരി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കാരണം. ഇൻസുലിൻ പല സെല്ലുകളിലും ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരം റെസിസ്റ്റന്റ് ആണ് ഇൻസുലിനോട്. അതിന്റെ കാരണം കോമൺ ആയിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ
ഓവർ വെയിറ്റ്, ഒബിസിറ്റി, അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം, അങ്ങനെ ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേക ഘടന മൂലം നമ്മുടെ സെല്ലുകൾ അതിനോട് റെസിസ്റ്റന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എത്ര ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പൊ പലരുടെയും ആദ്യത്തെ കുറെ നാള് നമുക്ക് ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ കോമ്പൻസേറ്റ് ഇൻസുലിൻ ഇങ്ങനെ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ കുറെ നാൾ ഇത് അറിയാതെ പോകുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ പാൻക്രിയാസിന് ഇത് കൂടി ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അറിയുമ്പോഴേക്കും നമ്മൾ ബ്ലഡ് പരിശോധിക്കുമ്പോഴാണ് ഈ ഷുഗർ കൂടിയ അവസ്ഥയൊക്കെ പങ്ക് കാണാൻ പറ്റുന്നത്. അതാണ് മേജർ ആയിട്ടും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇതുപോലുള്ള കീറ്റോസിസ് സാധ്യത കുറവാണ്. അതുപോലെ അതിന്റെ ചികിത്സയിൽ നമുക്ക് ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ വേറെ പല രീതിയിലും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഇൻസുലിൻ ഉണ്ടല്ലോ, അപ്പൊ ആ ഇൻസുലിന് തന്നെ നല്ലപോലെ ആക്ട് ചെയ്യാനായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ കോസ് കറക്റ്റഡ് ആവും. പല ആൾക്കാർക്കും നമ്മുടെ ജീവിതശൈലിയും അമിതവണ്ണവും ഒക്കെ കുറയ്ക്കുമ്പോൾ, അതുപോലെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാവുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും ടൈപ്പ് 1 ഡയബറ്റീസ് അങ്ങനെ സാധാരണയായിട്ട് റിവേഴ്സിബിൾ ആവാറില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ടൈപ്പ് 1 എന്താണ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. ഇതിൻ്റെ അപകട സാധ്യത എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ കേട്ടറിഞ്ഞു SK ജംഗ്ഷനിലൂടെ. ഇനി ഈ ഒരു ഡയബറ്റീസ് ഉള്ള ആളുകൾ മരുന്ന് ഡെയിലി കഴിക്കാറുള്ള ആളുകളാണ്. ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? ചില സമയങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെയാ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ശരി എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction with RJ Jochechi. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായി നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ S, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. മാം, നമ്മൾ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്കുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തെക്കുറിച്ചാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ലൈഫ് ലോങ് പ്രോസസ്സാണ് ഇത്, അല്ലേ? അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ചിലരിൽ ഇതിന്റെ ആ ഒരു മരുന്നിന്റെ ഡോസ് കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്, ചിലരിൽ ഇത് കൂടി വരുന്നതായും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ സംസാരത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത് എത്രമാത്രം ശരിയാണ്? എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ മാമിന്റെ ഉത്തരം എന്തായിരിക്കും? അത് വളരെയധികം ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഷുഗർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് തുടങ്ങണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് പോലും ചെയ്യാൻ കൂട്ടാക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതെ, അവരത് ആ ഒരു മിഥ്യാധാരണയിൽ അങ്ങനെ ജീവിച്ചോളും. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയാണ്. ഒരു മരുന്ന് തുടങ്ങിയാൽ അത് നിർത്താൻ പറ്റില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഇനി അത് ഷുഗറിന്റെ മരുന്ന് കഴിച്ച് കിഡ്നി പോയി എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളെല്ലാം മനുഷ്യർക്കും ഉണ്ട്. എന്റെ അടുത്തൊരു കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നപ്പോഴേക്കും വളരെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, ഞാൻ 10 വർഷമായി ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നു, മരുന്നെല്ലാം കഴിച്ച് എന്റെ ഷുഗർ ഇപ്പോഴും കൂടുതൽ തന്നെയാണ്, പക്ഷെ എന്റെ കിഡ്നിയും പോയി. അപ്പൊ അവര് ആ കിഡ്നി പോയതൊക്കെ ആ മരുന്ന് കഴിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ഷുഗർ, നമുക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തായാലും വരും. അത് ഷുഗറിന്റെ കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചില്ല, കൃത്യമായിട്ട് ഷുഗർ ഡയറ്റ് നോക്കിയില്ല, എക്സസൈസ് ചെയ്തില്ല, ഷുഗർ കൺട്രോൾഡ് അല്ലാതെ നിൽക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിൽ ആവും. അത് ഷുഗറിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും മരുന്ന് കഴിച്ചതുകൊണ്ട് വന്നതല്ല, മരുന്ന് കൃത്യമായിട്ട് കഴിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ശരിക്കും കിഡ്നി ഡിസീസ് വന്നത്. പക്ഷെ അവര് തെറ്റിദ്ധരിക്കുന്നതാണ് അങ്ങനെ. അപ്പോ ഈ മരുന്നുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട്, നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഷുഗറിന് നമ്മൾ തുടങ്ങുമ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ ഷുഗറിന്റെ തുടക്ക ചികിത്സയിൽ കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഇതിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ ആദ്യത്തെ പടിയായിട്ട് കൊടുക്കാറ് ടൈപ്പ് 2 ഡയബറ്റീസിൽ. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻസ് നന്നായിട്ട് ചെയ്യണം. ഡയറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം. ഈ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേഷ്യൻസ് അങ്ങനെ റിവേഴ്സ് ചെയ്ത ഡയബറ്റിസുകൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവര് ഈ മരുന്നുകൾ ഇനീഷ്യലി തുടങ്ങേണ്ടി വരും. ചില ആൾക്കാർക്ക് ഷുഗർ കൂടുതലായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാം. അപ്പം മരുന്നുകളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 3 മാസം തൊട്ട് 6 മാസം വരെ കഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ മരുന്നുകളെല്ലാം നിർത്തുന്ന അവസ്ഥയിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് മരുന്ന് തുടങ്ങിയാൽ ഇത് നിർത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. നമുക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ഇനി അറിയേണ്ടത് ഈ ഷുഗറുമായിട്ട് അല്ലെങ്കിൽ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില മിഥ്യാധാരണകളുണ്ട്. അതെന്തൊക്കെയാണ് മാമിന് മാറ്റേണ്ട ചില മിഥ്യാധാരണകൾ ഓൾസോ തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ മാറിയിരിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് മാമിന് പലപ്പോഴും പറയാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പലരും ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണോ ഡോക്ടറെ, ഇത് ഇങ്ങനെയാണോ എന്നുള്ള പല ചോദ്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ ഡയബറ്റീസും എന്ന രോഗത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK Junction with RJ Jo ചേച്ചി. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണ് ഉള്ളത്. നമ്മൾ ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ ആചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചില ഒരു ഹെഡ്രിങ്ങിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഇഗ്നറൻസ് ആണ് പലപ്പോഴും ഈ ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് അറിവുകൾ നേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അനുഭവസ്ഥരായുള്ള ഒരുപാട് പേരുണ്ട്. ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് വരാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാം തുടങ്ങിയതൊക്കെ നമ്മളിന്ന് കേട്ടറിയുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. മാം, ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഡയബറ്റീസ് എന്ന രോഗത്തെ ബന്ധപ്പെടുത്തി ആളുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ ഏതൊക്കെ, അല്ലെങ്കിൽ മാറേണ്ട ധാരണകൾ ഏതൊക്കെ? അതായത് ഇഷ്ടംപോലെ തെറ്റിദ്ധാരണകളുണ്ട്. അത് കുറെയൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ഒന്നാമതായിട്ട് നമ്മൾ കേട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പാരമ്പര്യ രോഗമാണെന്നുള്ളതാണ്. പലരും പറയാറുണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഷുഗർ എന്തായാലും വരും എന്ന് പറഞ്ഞ് അവരെങ്ങനെ അങ്ങ് ജീവിക്കും. ചില ആൾക്കാർ പറയും എന്റെ കുടുംബത്തിലൊന്നും ആർക്കും ഷുഗർ ഇല്ല, പിന്നെ എങ്ങനെ എനിക്ക് ഈ രോഗം വന്നു? അപ്പോൾ രണ്ട് രീതിയിലും ചിന്തിക്കുന്നവരാണ്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്നും പകർന്ന് കിട്ടുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ സയന്റിഫിക് ആയിട്ടൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഷുഗറിന്റെ ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഈ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്, അതിന്റെ പ്രിവലൻസ് കൂടിക്കൂടി വരുവാണ്. പണ്ടൊക്കെ വളരെ റെയർ ആയിട്ടുണ്ടായിരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 25% ആൾക്കാർ ഡയബറ്റിക്കും ആണ്, 40% ആൾക്കാർ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയുണ്ട്. അപ്പം ഇത്ര പെട്ടെന്ന് ഒരിക്കലും ഒരു ജനിതക കാരണമാണെങ്കിൽ അല്ലെങ്കിൽ ജനറ്റിക് കോസ് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് മാറാൻ സാധ്യതയില്ല. ഒരിക്കലും ഒരു ജീൻസ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ജനറേഷൻ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കൂടത്തില്ല അല്ലെ. പക്ഷെ എന്താണ് മാറിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ കുറച്ച് ഒരു 2-3 ഡെക്കേഡ്സ് ആയിട്ട് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ മാറിയിരിക്കുന്നത് ജീവിതശൈലിയാണ്. പണ്ടത്തെ ആൾക്കാര് പാടത്ത് പോയി പണിയെടുക്കുന്നു അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന ഫിസിക്കലി ഡിമാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് അത്രയും സമുഷ്ടമായ ഭോജനം കഴിക്കാനുള്ള അത്രയും കഴിവൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. വളരെ കുറച്ചായിരുന്നു അവർ ഭക്ഷണം നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പം പക്ഷെ അതിന് നേരെ തിരിച്ച് നമുക്കിപ്പോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഡിജിറ്റൽ ഏജും ഒക്കെ വന്നപ്പം എല്ലാ കാര്യങ്ങളും ഒരു ക്ലിക്ക് ഓഫ് ദ ബട്ടണിൽ നമുക്ക് നടക്കും. നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണ്ട, നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ എല്ലാ സാധനങ്ങളുണ്ട്, നടക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമുക്ക് എന്റർടൈൻമെന്റിന് പോലെ ഒരു കളി കളിക്കേണ്ട, ഒരു ഫിസിക്കലി ഡിമാൻഡിങ് കളികളൊന്നും കളിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ടെക്നോളജി ഉണ്ട്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം ജോബ്സ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജോബ്സ് ആണ് അല്ലേ. അപ്പം ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫുഡിന്റെ ഒരു അതിപ്രസരമാണ്. ഏത് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഓർഡർ ചെയ്താൽ കഴിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം ഭക്ഷണം എന്തായാലും കൂടുമല്ലോ. അപ്പൊ ഈ ഒരു ജീവിതശൈലിയിലെ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡയബറ്റിസ് ഇത്രയും കൂടാനുള്ള കാരണം, അല്ലാതെ ജനറ്റിക്സിന്റെ മാറ്റമല്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ശരിക്കും നമുക്ക് ഇത് പകർന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും നോക്കുമ്പോൾ അറിയാം ഡയബറ്റിസ് ഉള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികൾക്ക് അവര് വളർന്നു വരുമ്പോൾ അവർക്ക് ഡയബറ്റിസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് അവരുടെ ഈ തെറ്റായ ജീവിത ശൈലി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, അത് തന്നെയാണ് ഈ കുട്ടികളും ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ഒട്ടും എക്സസൈസ് ചെയ്യുന്നില്ല, ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അവർക്കും ഡയബറ്റീസ് വരുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതശൈലി നമ്മൾ മാറ്റിയാൽ നമുക്ക് വരും തലമുറയെ വരെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. ഇതൊരു ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡയബറ്റീസ്. രണ്ടാമത്തെ ഒരു ഇത് നമ്മള് തെറ്റിദ്ധാരണ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വണ്ണമുള്ള പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കാണ് ഷുഗർ വരുന്നത്. പലരും നമ്മളിങ്ങനെ
കാണാറുണ്ട്, ഇഷ്ടംപോലെ ചോറും ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നു. അപ്പം ശരീരത്തിന് വണ്ണമൊന്നുമില്ല. അപ്പൊ അവര് പറയും, എനിക്ക് വണ്ണമൊന്നുമില്ല, ഞാൻ മെലിഞ്ഞിരിക്കുന്നു, അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എനിക്ക് പഞ്ചസാര കഴിക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എനിക്ക് ഷുഗർ ഒന്നും വരില്ല. അങ്ങനെയുള്ള ഒരു ഇതിലാണ് അവർ നടക്കുന്നത്. അതുപോലെ ആർക്കെങ്കിലും ഷുഗർ വന്നിട്ടാണെങ്കിൽ പോലും നമ്മളോട് പറയുന്നുണ്ട്, ഇത്ര മെലിഞ്ഞിരിക്കില്ല ഇവിടെ ഇരിക്കുന്നതിന്, എങ്ങനെ നമുക്ക് ഷുഗർ വന്നു? അപ്പൊ ഈ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒബിസിറ്റി ഇല്ലാത്ത ആൾക്കാർക്കും ഡയബറ്റീസ് വരാം. ഡയബറ്റീസ് മാത്രമല്ല, ഹൈപ്പർ ടെൻഷൻ വരാം, കൊളസ്ട്രോൾ വരാം, എല്ലാം വരാം. അപ്പൊ അതായത് നമ്മുടെ ബോഡിയുടെ പുറമെ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റ് മാത്രമല്ല ഇത് ഇങ്ങനെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള കാരണം. അതിനേക്കാൾ ഉപരി നമ്മുടെ അബ്ഡോമന്റെ അകത്തുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ഹാർട്ട് അല്ല അങ്ങനെയുള്ള ലിവർ അങ്ങനെയുള്ള മേജർ വൈറ്റൽ ഓർഗൻസ് ഉണ്ടല്ലോ, ഈ ഓർഗൻസിന് ചുറ്റും അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പുണ്ട്. അതിനാണ് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞത്, വിസറൽ ഫാറ്റ്. അപ്പൊ ഈ നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പുറമെ നോക്കിയാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് വലിയ വണ്ണമൊന്നും കാണത്തില്ല, മെലിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷെ അവർക്ക് ഈ വിസറൽ അഡിപ്പോസിറ്റി ഉണ്ടാവും. വിസറൽ അഡിപ്പോസിറ്റി അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് ഷുഗർ വരാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറമേ വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം എന്തായാലും മാം ഒരു തെറ്റിദ്ധാരണയിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രമേഹം എന്ന ഈ ഒരു രോഗത്തെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം എസ് കെ ജംഗ്ഷനിലൂടെ. സോ ദിസ് ഈസ് വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ എസ് കെ ജംഗ്ഷൻ വിത്ത് മീ RJ Jo. 89.6 FM സർഗക്ഷേത്ര. SK Junction with RJ Jo ചേച്ചി. സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷനാണ്. വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ എസ് കെ ജംഗ്ഷനിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. മാം, നമ്മൾ ഡയബറ്റീസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൊല്ലം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ അതിൽ മുന്നോട്ട് വയ്ക്കുന്ന തീം എന്താണ് എന്നുള്ളത് നമ്മൾ കേട്ടു. പ്രീ ഡയബറ്റിക് സൈൻസ് ഏതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ട വിധം, എപ്പോൾ, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ടൈപ്പ് 1 ടൈപ്പ് 2 ഡിസീസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇതിലൊക്കെ പരാമർശിച്ചു പോയൊരു കാര്യമാണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ വന്ന ചില മാറ്റങ്ങളാണ് ഇതിനൊക്കെ കാരണഭൂതർ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടത് മനഃപൂർവ്വമായിട്ടും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് അകലാനായിട്ട്, എസ്പെഷ്യലി ഡയബറ്റീസിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാനായിട്ട്? അതെ, അത് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്ത്. എല്ലാത്തിനും അവസാനം നമുക്ക് ഒരൊറ്റൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞാൽ മതി. അപ്പം ഡയബറ്റീസ് നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഡയബറ്റീസ്. അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. നമുക്കറിയാം ഡയബറ്റീസ് ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കണം, കുറെ നാൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുണ്ടാക്കി അത് ബാക്കിയുള്ള അവയവങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. കിഡ്നിയുടെ അസുഖങ്ങൾ വരുന്നു, ന്യൂറോപ്പതി വരുന്നു, കണ്ണിന്റെ പ്രശ്നം ഉണ്ടാകുന്നു, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതെല്ലാം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഇതിന്റെ ആദ്യത്തെ തുടക്കഘട്ടത്തിൽ ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാളോട് നമ്മൾ പറയുകയാണ് നാളെ തൊട്ട് നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം, എല്ലാ ദിവസവും മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞ് വളരെയധികം ഡിഫിക്കൽട്ടാണ്. ശരിയാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വേണം ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. പക്ഷെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം അവരെ ചെറുപ്പത്തിലേ ആ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് അവരുടെ ഒരു ഹാബിറ്റായി മാറും. അങ്ങനെ ഒരു ഹാബിറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈലിൽ പോകാനും ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനും പറ്റും. അപ്പൊ കുട്ടികളിൽ തന്നെ നമ്മൾ ഫോക്കസ് തുടങ്ങണം എന്ന് പറഞ്ഞ് പ്രായമായവരിപ്പം അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഒരു ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ പോലും നമുക്കും പറ്റും. നമുക്ക് എല്ലാവർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം. അപ്പൊ നമുക്ക് അഡിക്വേറ്റ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആവുന്നതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇങ്ങനെയുള്ള ഡയബറ്റീസ് ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഡയബറ്റീസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടല്ലോ, അത് നമുക്ക് വരാനുള്ള നല്ല സാധ്യത ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ ഈവൻ അഡൽട്സ് ആണെങ്കിൽ പോലും അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ തയ്യാറാവും. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അപ്പം ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്റ് തന്നെയാണ് പ്രൈമറി ആയിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം നമ്മുടെ ഡയറ്റാണ്. അപ്പൊ ഡയറ്റിൽ നമ്മൾ പല ഡയറ്റുകൾ നമ്മളിപ്പോ കാണാറുണ്ട്.
കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റുകളുണ്ട്, അല്ലെ പാലിയോ ഡയറ്റ്, അതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ വെയിറ്റ് കുറയ്ക്കാനുള്ള പല പല തരം ഡയറ്റുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും. പല ആൾക്കാരുടെയും ഒരു അമിതവണ്ണം ഉള്ള ആൾക്ക് പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ അതിന് ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റുകളൊക്കെ പലരും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കറക്റ്റ് ചെയ്തുകൊണ്ടേ പോകണം. അല്ലാതെ കുറച്ച് നാള് കൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് കുറച്ചു പിന്നെ നമുക്ക് എന്ത് വേണേലും ചെയ്യാമെന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഷുഗർ വരും. അപ്പോൾ എന്ത് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നാലും ഡയറ്റിൽ പ്രത്യേകിച്ച് അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് ആയിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അപ്പം നമ്മളൊരു സാധാരണ നമ്മൾ ഇതിന് പറയുന്ന ഒരു പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഒരു പ്ലേറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗവും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയിരിക്കണം. അതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പകുതി ഭാഗം. ഇനി ബാക്കി പകുതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 1/4 പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീൻ നമ്മൾ സാധാരണ ഇപ്പൊ മുട്ടയാകാം, അല്ലെങ്കിൽ ചിക്കനോ ബീഫോ, അല്ലെങ്കിൽ സോയ, അല്ലെങ്കിൽ പനീർ, അങ്ങനെ എന്ത് തരം ഹൈ പ്രോട്ടീൻ സാധനമാവും. പയറ്, പരിപ്പ്, കടല, അതെല്ലാം വരും. അപ്പൊ അങ്ങനത്തെ പ്രോട്ടീൻ ആയിരിക്കണം ഒരു 1/4. ബാക്കി 1/4 മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ ആ 1/4. അപ്പൊ ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ ചോറ് വിളമ്പുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, ആ പ്ലേറ്റിന്റെ ഒരു 4/1 ഭാഗത്ത് മാത്രമേ നമ്മൾ ചോറ് വിളമ്പാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ തോരനും മെഴുക്ക് പുരട്ടിയും അവിയലും അങ്ങനത്തെ കറികളും പ്രോട്ടീനുള്ള സാധനങ്ങളും എല്ലാം വെച്ചിട്ടേ ഫില്ല് ചെയ്യാവുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു മാറ്റമാണല്ലോ അത്. നമ്മൾ ഒരു ആഹാരത്തിനെ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു പ്രപ്പോർഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ മൊത്തത്തിലുള്ള അളവും കുറയ്ക്കണം. ബേസിക്കലി നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അപ്പം ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമുക്ക് ഡയറ്റ് ഒരുവിധം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ നോക്കേണ്ട സാധനങ്ങൾ, അതായത് ഒത്തിരി എണ്ണയിൽ വറുത്ത ഫ്രൈഡ് ഐറ്റംസും, പിന്നെ ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബേക്ക്ഡ് ഐറ്റംസ്, ഒത്തിരി മധുരമുള്ള സ്വീറ്റ്സ്, പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, നമുക്കിപ്പം യൂഷ്വലി ബർഗർ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനും അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, കോള അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ആണെങ്കിലും അതെ, അതൊക്കെ ഭയങ്കര എക്സ്ട്രീംലി ഷുഗറിയാണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. സ്വീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള ഫുഡ് നമുക്കിപ്പം നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കാം. പക്ഷെ ഇതുപോലെയുള്ള ഒരു പ്രപ്പോർഷൻ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. കാരണം യൂഷ്വലി നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടുമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ, നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ നടക്കാൻ ശ്രമിക്കുക, സ്റ്റെപ്സ് കയറാൻ ശ്രമിക്കുക, സ്റ്റെയർസ് എടുക്കാതെ സ്റ്റെപ്സ് എടുക്കാൻ നോക്കുക. നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഇരിക്കുന്ന ക്യൂബിക്കിളിലോ അല്ലെങ്കിൽ ആ ടേബിളിന് ചുറ്റും ഒന്ന് ജസ്റ്റ് നടക്കാൻ ശ്രമിക്കുക. ഫോണൊക്കെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് ഫോൺ ചെയ്യുക. അങ്ങനെ നമുക്ക് ഡെയിലി എത്രമാത്രം കൂടുതൽ നടക്കാമോ അത്രയും കൂടുതൽ നടക്കുക. നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. ഈവൻ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് പോലും ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങി നടക്കുന്നതും വളരെയധികം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ ബ്രീത്തിങ് നന്നാക്കാനും മൈൻഡ് ക്ലിയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. പ്ലസ് നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യം. അത് കൂടാതെ നമുക്ക് ഒരു അരമണിക്കൂർ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെങ്കിലും ആകാം. യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്വിമ്മിങ്ങോ ജോഗിങ്ങോ സൈക്ലിങ്ങോ അങ്ങനെയുള്ള നല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ട് ആക്ടിവിറ്റി കിട്ടുന്ന ഒരു കാര്യം ചെയ്യാം. അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിൽ സ്പീഡിൽ നടക്കുക, ബ്രിസ്ക് വാക്കിംഗ്. അപ്പൊ ഇതൊക്കെ ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ ചെയ്യണം മിനിമം. ഇത് മിനിമം ആണ്. ഇത് കൂടുതൽ ചെയ്താൽ വളരെ നല്ലത്. അതും നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ അവരും ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭാവിയിൽ അവർക്ക് അതൊരു ശീലമായി മാറുന്നതും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവ 2 അല്ലേ? ഓക്കെ, അപ്പം ഡയറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അത് കുറച്ചധികം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഈ ഒരു ഡയബറ്റീസ് എന്നുള്ളൊരു പേടി നമുക്ക് അകറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനോടുള്ള നമ്മുടെ ആ ഒരു അടുപ്പം അല്ലേ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ കൊല്ലവും നവംബർ 14-ാം തീയതി വേൾഡ് ഡയബറ്റീസ് ഡേ നമ്മൾ ആചരിക്കാറുണ്ട്. എല്ലാ കൊല്ലവും അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആളുകൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. എന്തായാലും
മനഃപൂർവ്വമായി ഇത്തരം മാറ്റങ്ങൾ നമ്മളെല്ലാവരും ചിൽഡ്രൻസ് ഡേ ആണല്ലോ, അപ്പൊ ചിൽഡ്രൻസ് ഡേ നമ്മൾ ആലോചിക്കുമ്പോൾ ഇനി എല്ലാ വർഷവും അത് ഡയബറ്റിസ് ഡേയും കൂടി ആണെന്ന് ആലോചിക്കുക. അപ്പൊ നമ്മളത് മറക്കാതിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തലമുറകളോടും കൂടെ ഉള്ള ഒരു കാര്യം അല്ലേ, ഇനിയിപ്പോ നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കുക, അതാണ് പറയാനുള്ളത്. അതിന്റെ അവസാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഈ ഒരു എൻഡ് ലൈനായിട്ട് ഡോക്ടർ ഭാഗ്യ എസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും പറയാനുള്ളത്? ഓക്കെ, അവസാനമായിട്ട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഡയബറ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഒരു അസുഖമല്ല. നമുക്കത് വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി വന്നോ എന്ന് പറഞ്ഞാലും നമുക്കതിന് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റിയാൽ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റും. ഇനി കുറച്ച് ലേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ പോലും കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാനും പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിന് സ്വയം റെസ്പോൺസിബിൾ ആവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയബറ്റിസ് ഡേ ഒരു പ്രചോദനമായിട്ട് എടുക്കാം. ഓക്കെ. എനിവേ എന്തായാലും അങ്ങനെ വേൾഡ് ഡയബറ്റീസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഭാഗ്യ എസ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. മാം, അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ ചിൽഡ്രൻസ് ഡേയും ഡയബറ്റീസ് ഡേയും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം നമ്മൾ അവസാനം മനസ്സിലാക്കി. നമ്മൾ പുതിയ തലമുറയെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക, ശീലമാക്കുക, ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടവ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഓക്കെ. അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട പലവിധമായ കാര്യങ്ങളായി SK ജംഗ്ഷനിൽ എത്തുന്നതായിരിക്കും. സോ ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് RJ Jo സൈനിങ് ഓഫ് ഫ്രം SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.